ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് വരമേളം അഥവാ ഫൺ വിത്ത് ഷേപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ മക്കളെ. ഷേപ്സിനെ പറ്റി തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അതായത് സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ എന്നിങ്ങനെ എല്ലാ ഷേപ്പുകളൊക്കെ എന്ത് പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാകും ഈ ഒരു ചാപ്റ്ററിൽ. അടിപൊളിയായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അതിന് മുന്നേ ഒരു കുഞ്ഞ് ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഫൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബട്ടർഫ്ലൈ തന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാ, ഫുള്ള് സർക്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതേപോലെ ഈ സൈഡിൽ എത്ര സർക്കിൾസ് ആണുള്ളത് അത് തന്നെ നമ്മൾ ഇവിടെ വരച്ചു വെക്കണം. ഇവിടെ എത്ര സർക്കിൾസ് ആണുള്ളത് അത് തന്നെ നമ്മൾ ഇവിടെ വരച്ചു വെക്കണം. അതുപോലെ ഇതിലോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എത്ര സർക്കിൾസ് ആണുള്ളത് അത് തന്നെ നമ്മൾ ഇവിടെ വരച്ചു വെക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ അല്ലേ. എങ്ങനെയാ നമുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അത് ആദ്യം തന്നെ ഇവിടെ 1 നമുക്ക് എത്ര സർക്കിൾസ് ഉണ്ട് നോക്കാം. 1 2 3 4 5 5 സർക്കിൾസ് ആണത്. അപ്പൊ നമുക്ക് അതേപോലെ വരച്ചു കൊടുക്കാം. ഇവിടെ 1 2 3 4 5 5 സർക്കിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതേപോലെ വരച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ സർക്കിൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ സർക്കിൾ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വരച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തതോ, അടുത്ത നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് ഇവിടെ 1 2 3 3 സർക്കിൾസ് ഉണ്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 സർക്കിൾസ് നമ്മൾ എവിടെ വരച്ചു, ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3 3 സർക്കിൾസ് നമ്മൾ ഇവിടെയും വരച്ചു വെച്ചു. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നെക്സ്റ്റ് ഫിഗറിൽ നമ്മൾ വരച്ചു വെക്കണം. എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ 1 2 3 4 5 6 6 എണ്ണമാണുള്ളത്. 6 സർക്കിൾസ് ആണുള്ളത്. അപ്പൊ നമുക്ക് 6 എണ്ണം വരച്ചു വെക്കാം. ഇവിടെ 1 2 3 4 5 and 6 6 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 2 ഭാഗത്തും 6 എണ്ണം വീതം നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ചെയ്യാനുള്ളൂ. എക്സാമിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ ഫൺ വിത്ത് ഷേപ്സ് അഥവാ വരമേളത്തിൻ്റെ ലൈവുമായിട്ട് മിസ് വേഗം വരുന്നതായിരിക്കും. അപ്പോൾ യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് ദാറ്റ്സ് ഇറ്റ്.